ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 12 റോമായിലെ വിശുദ്ധ ടാസിയാന. റോമായിലെ വിശുദ്ധ ടാസിയാന. മർത്തീന, ടാസിയന്നെ, തസ്യാന, ഇങ്ങനെ പലതരത്തിൽ ഉച്ചാരണമുണ്ട് ഇവരുടെ പേര്. ക്രിസ്തുവർഷം 226 റോമായിൽ വെച്ച്, ഇറ്റലിയിലെ റോമായിൽ വെച്ച് രക്തസാക്ഷിയായിട്ട് മരിച്ച ഒരു സ്ത്രീയാണ് ഈ റോമായിലെ വിശുദ്ധ ടാസിയാന. ഒരു റോമൻ കോൺസുലിൻ്റെ മകളായിരുന്നു. ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവസാനം ഈ അലക്സാണ്ടർ സേവറസ് ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെട്ടു. രക്തസാക്ഷികളുടെ ആത്മാവുകൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ ഇരിക്കുന്നുവെന്നും അവർ ദൈവത്തോട് സംസാരിക്കുന്നുവെന്നും പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുവെന്നും വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്, അവർക്ക് കാത്തിരിക്കാൻ പറയുന്നുണ്ട്. വളരെ ഗംഭീരമായ ഒരു ലിറ്റർജിക്കൽ സീനാണ് വെളിപാട് പുസ്തകം. സ്വർഗത്തിൽ നടക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 6-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെ. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏക മധ്യസ്ഥനുള്ളത് കൊണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണ്ട എന്ന് പഠിപ്പിക്കുന്നവർ തിരുവചനത്തിനെതിരെ പഠിപ്പിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, കർത്താവിന് വേണ്ടി സൽക്കാര്യങ്ങൾ ചെയ്തവരൊക്കെ എവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മാർക്കോസ് 14:9. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ രക്തസാക്ഷികളെ ഓർക്കുന്നതും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതും അവരുടെ ഓർമ്മ സുവിശേഷം പ്രഘോഷിക്കുന്ന ലിറ്റർജിയിൽ അവരുടെ ഓർമ്മയ്ക്കായി സ്മരിക്കുന്നതും. അപ്പോൾ നമ്മൾ തിരുവചനം അനുസരിച്ച് ആരും ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ കത്തോലിക്ക സഭ ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാരെ പോലെ മറിയത്തെ നിരാകരിക്കുകയും വിശുദ്ധരെ നിരാകരിക്കുകയും ലിറ്റർജി, കുർബാന എന്ന ലിറ്റർജി അടക്കം കൂദാശിൽ നിരാകരിക്കുകയും ചെയ്താൽ, പിന്നെ പത്രോസിന്റെ പരമാധികാരം നിരാകരിക്കുകയും ചെയ്താൽ അവർ ഈശോമിശിഹായുടെ തിരുവചനം അനുസരിച്ച് ജീവിക്കുന്നവരല്ല. ഈശോമിശിഹ പഠിപ്പിച്ച സത്യവേദ പുസ്തകം അനുസരിച്ച് ജീവിക്കുന്നവരുമല്ല. അവർ സ്നാപയോഹന്നാന്റെ ആളുകളാണ്. സ്നാപകന്റെ ആളുകളൊക്കെ ക്രിസ്തുവിലേക്ക് വരണം. അതുകൊണ്ട് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും അവർ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടോ അവരെല്ലാം കത്തോലിക്ക സഭയിലേക്ക് വരട്ടെ. അപ്പോൾ പൂർണ്ണതയുണ്ടാകും, ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗങ്ങളാകും. അതിന് ഈ റോമായിലെ ടാസിയാനയും അവളുടെ പ്രാർത്ഥനകളും നമുക്ക് കൂട്ടുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.